തീർച്ചയായും വിജയകരമാണ്. ലേബറിന് കൊടുക്കുന്ന ഒരു സാലറി എടുത്തു നമ്മൾ നേരെ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ തന്നെ ആണെങ്കിലും നമുക്ക് 2 ഫാമിനോട് 2000 M² ഒറ്റ സ്റ്റാഫേ ഉള്ളൂ. ഡെയിലി ഒരു മാക്സിമം പോയ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ. എന്തെങ്കിലും ഒരു ഉൽപ്പാദനം ഉണ്ടാക്കിയാൽ 10 രൂപയ്ക്ക് വിറ്റ് അതിലൊരു 6 രൂപ ജോലിക്കാരായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ 1 രൂപ താഴെ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം നമ്മൾ എത്ര കൃഷി ഉൽപ്പാദിപ്പിച്ചാൽ അത് വിറ്റ് തീർക്കണം, എന്നാലേ നമുക്ക് വരുമാനമുള്ളൂ. ലൊല്ലോ റോസോ എന്ന് പറയും. ലൊല്ലോ റോസോ ചുമന്ന കളറിലെ ലെറ്റ്യൂസ് ആണ്. ഞാൻ യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. ഹൈഡ്രോപോണിക് കൃഷി രീതിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് നൂറുമേനി വിളവുണ്ടായത് എന്ന അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്നാലും ആദ്യമേ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഈ ഒരു ഹൈഡ്രോപോണിക് കൃഷി രീതിയൊക്കെ ചെയ്ത് അതുമാത്രം അത് സക്സസ് ആയി. അപ്പോൾ നമ്മൾ സാധാരണ ചെറുപ്പക്കാരൊന്നും ഇതിലേക്ക് കടന്നു വരാത്ത ഒരു സമയത്താണ് അമലിന്റെ ഒരു എൻട്രി. എങ്ങനെയായിരുന്നു ഈ കൃഷിയിലേക്ക് വന്നത്? ഞാൻ MBA പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി അറിയുന്നത്. അപ്പം വീട്ടിൽ എനിക്കങ്ങനെ പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ MBA പഠിക്കുന്ന ടൈമിന് ഈ ഹൈഡ്രോപോണിക്സിൻ്റെ കാര്യം നെറ്റിൽ ഇങ്ങനെ കണ്ടു. അങ്ങനെ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. വീട്ടിൽ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തു. MBA കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയൊരു പോളി ഹൗസ് എടുത്ത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞ സ്കീം വഴി ഒരു പോളി ഹൗസ് പണിഞ്ഞു. അതിൻ്റെ സബ്സിഡി കാര്യങ്ങളെല്ലാം കിട്ടി. SHM എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ത്രൂ നമുക്ക് സബ്സിഡീസ് കാര്യങ്ങളെല്ലാം കിട്ടി. അങ്ങനെ ആദ്യത്തെ പോളി ഹൗസ് ഒരു നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ് പണിഞ്ഞു. ലീവ്സ് ആയിരുന്നു ആദ്യം ചെയ്തത്. ലെറ്റ്യൂസ്, പാലക്, കെയിൽ, സെലറി, മിന്റ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2-3 മന്ത്സ് നല്ലപോലെ പോയി. പിന്നെ ഈ NVPH നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിൻ്റെതായ ഫെയിലിയേഴ്സ് ഉണ്ട്. അതായത് പുറത്തൊരു 38 ഒക്കെ ആണെങ്കിൽ അകത്ത് 42 ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കും, 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ലീവ്സിന് പറ്റത്തില്ല. ഇതെല്ലാം ഒരു കൂൾ ക്ലൈമറ്റ് ക്രോപ്സ് ആണ്. അപ്പോൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വീണ്ടും, കാരണം ഓൾമോസ്റ്റ് 20-25 lakhs ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം പിന്നെ ഫാൻ ആൻഡ് പാഡ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് മാറി. നമുക്ക് അതായത് ഫാൻസും പാഡും ഉപയോഗിച്ച് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കൺട്രോൾ ചെയ്തപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലീവ്സിന് കൂൾ ക്ലൈമറ്റ് കിട്ടി, വാട്ടർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റി, ഓക്സിജൻ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. പിന്നെ അത് നല്ല റിസൾട്ടായി. അങ്ങനെയാണ് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത്. ആദ്യമേ ഒരു 400 M² ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ ഒരു 2000 M² എക്സ്പാൻഡ് ചെയ്ത്. പിന്നെ നമ്മൾ കൂടുതൽ ചെയ്തത് ഇംഗ്ലീഷ് കുക്കുംബർ, ചെറിയ ടൊമാറ്റോ, ക്യാപ്സിക്കം, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ആണ് നമ്മൾ പിന്നീട് ചെയ്തത്. ഇത്തരം കൃഷികൾ, ഹൈഡ്രോപോണിക് കൃഷിയൊക്കെ എത്ര തരം ലാഭകരമാകും എന്ന ആശങ്ക കാണും. അത് നമ്മൾ പ്രത്യേകിച്ച് 25 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങുന്നൊരു കൃഷി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു ആകാംക്ഷ തോന്നുന്നു. അമൽ പറഞ്ഞപ്പോൾ ഇത് ലാഭകരമാകുമോ, നമുക്ക് എങ്ങനെ വിപണി കണ്ടെത്താൻ പറ്റും? ഞാൻ ഈ ഹൈഡ്രോപോണിക്സിൽ ഇറങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് എൻ്റെ രീതിയിലൊരു പഠനം നടത്തി. ഈ പോളി ഹൗസ് മുമ്പ് പണിഞ്ഞിട്ടുള്ളവർ, അതേപോലെ നമ്മുടെ മാർക്കറ്റിൽ കൂടുതൽ പോകുന്ന ക്രോപ്സ്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരു പഠനം നടത്തി. അപ്പോൾ അതിരിക്കട്ടെ, ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? ആരാണ് ഗുരുനാഥൻ? ഞാൻ യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. അങ്ങനെ ഞാൻ കൂടുതൽ നോക്കിയപ്പോൾ പോളി ഹൗസ് ഒക്കെ ഒരു 2012-13 കാലയളവിൽ കുറേ വന്നു. പക്ഷെ അത്രയും അങ്ങോട്ട് സക്സസ് ആയില്ല. എന്ന് വെച്ചാൽ എന്ത് ക്രോപ്പ് ഇതിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നത്തെ ഒരു എത്ര ഹൈറ്റിൽ പണിയണം, ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറെ പ്രശ്നം, അവരുടെ പരാജയങ്ങൾ നമ്മൾ കണ്ടെത്തി. അന്നത്തെ ഒരു ഇപ്പൊ തന്നെ ഒരു 12-13 വർഷം കഴിഞ്ഞു. അന്നത്തെ ടെക്നോളജി അല്ല ഇന്നുള്ളത്. അപ്പൊ ടെക്നോളജി ഒരുപാട് എന്ന് വെച്ചാൽ ലേബർ കുറച്ചു, ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്താൽ മതി. ഒരു 6 മാസത്തേക്ക് ലേബറിന് കൊടുക്കുന്ന ഒരു സാലറി എടുത്തു നമ്മൾ നേരെ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 വർഷം ടെക്നോളജി അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോക്കോളും. ഇവിടെ തന്നെ ആണെങ്കിലും നമുക്ക് 2 ഫാമിനോട് 2000 M² ഒറ്റ സ്റ്റാഫേ ഉള്ളൂ. ഇവിടെ വെള്ളം പോകുന്നത്, വളം പോകുന്നത്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ്. പിന്നെ ഫെർട്ടിഗേഷൻ ആയാലും എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇവിടുത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാർവെസ്റ്റിങ്ങും സീഡിങ്ങും എല്ലാം 3 months കൂടുമ്പോൾ മാത്രം ചെയ്യുന്നതാണ്. അതേപോലെ ഹാർവെസ്റ്റിംഗ് ഡെയിലി ഉണ്ട്. ഇതിന് ഒരു സ്റ്റാഫ് ഉണ്ട്. ആ ചേച്ചിക്ക് തന്നെ ഫുൾ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഡെയിലി ഒരു മാക്സിമം പോയ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ. ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലാണ്. ചെറിയ വീടുകളുടെ മേളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് അത്രയും മതി ഹൈഡ്രോപോണിക്സിൽ ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണ ഒരു കൃഷി രീതി അപേക്ഷിച്ച് ഇത് ലാഭകരമാണ്. എവിടെ ഇതിന്റെ ഈ വിപണി നമ്മൾ കണ്ടെത്തും? പ്രത്യേകിച്ച് കംപ്ലീറ്റ് നമ്മൾ ഇലകളാണല്ലോ. അതെ, ഇതൊക്കെ കറികൾക്കും സലാഡിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും, തോരൻ വെക്കാൻ അല്ലേ? നമ്മുടെ തോരൻ തോരനൊക്കെ വെച്ച് കൂട്ടാൻ പറ്റുന്ന ഇലകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ വിപണി കണ്ടെത്താൻ പറ്റും? ഇലകളൊക്കെ ആണെങ്കിൽ കൂടുതലും സിറ്റി സൈഡിലോട്ടാണ് പോകുന്നത്, സൂപ്പർ മാർക്കറ്റ്സ് അങ്ങനെയുള്ളത്. ഇവിടെ പോകുന്നത് കൂടുതലും ഡോക്ടേഴ്സ്, ജിമ്മിലുള്ളവർ. പിന്നെ ഇവിടെ തുടങ്ങി ഒരു 4 വർഷം ആയതുകൊണ്ട് അറിഞ്ഞു വരുന്നവരുണ്ട്. ഇവിടെ നമുക്കൊരു വിപണി ഉണ്ട്. ഇവിടെ തന്നെ രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് വാങ്ങും. അങ്ങനെ ഒരു 40% ഇവിടെ തന്നെ പോകും, ബാക്കി ഒരു 60% ഓപ്പൺ മാർക്കറ്റിലേക്കും പോകും. അങ്ങനെയാണ്.
അപ്പോൾ ഈ ജിമ്മിലൊക്കെ പോകുന്നവർ മാത്രം കഴിക്കേണ്ട ഫുഡാണോ ഇത്? അല്ലല്ല, ഇത് എല്ലാവർക്കും കഴിക്കാം. നമ്മുടെ ഇവിടെ നോർമലി ഇങ്ങനത്തെ പ്രൊഡക്ഷൻ കുറവായത് കൊണ്ടാണ്, അറിയാലോ പണ്ട് തൊട്ടുള്ള ചീര, പയർ അങ്ങനത്തെ ഉള്ളത് ഇവിടെ പ്രൊഡക്ഷൻ കൂടുതലാണ്. കാരണം അത് നമ്മുടെ കാലാവസ്ഥയിൽ പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. പക്ഷേ ഇതെല്ലാം എന്ന് വെച്ചാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വില കൂടും. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും നോർമലായിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നത്. സിറ്റിയിലുള്ളവർ കൂടുതലും ഈ പറഞ്ഞ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ, ആരോഗ്യം നോക്കുന്നവർ, ഡോക്ടേഴ്സ്, ജിമ്മിലുള്ളവർ, അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാലഡ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണ്ടത്. ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. നമ്മൾ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഇതേ ഉള്ളൂ, പക്ഷെ അത് കൂടുതലായിരിക്കും. കാരണം ഈ ചെയ്യുന്ന എല്ലാം പൈപ്പിലാണ്. ഇതിൽ UPVC പൈപ്പാണ്, നെറ്റ് ഫ്രീ പൈപ്പാണ്. ഇതെല്ലാം നമുക്ക് തുറന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പൈപ്പാണ്. പിന്നെ ഇതേപോലെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. പിന്നെ അതേപോലെ ലേബർ കുറവാണ്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ മാർക്കറ്റിൽ എപ്പോഴും ഉള്ള ക്രോപ്സ് ചെയ്യല് ഇതേപോലെ എക്സോട്ടിക് ആയിട്ടുള്ള കെയില്, ലെറ്റസ്, ബൊക്ചോയ്, പാലക്, പിന്നെ ഇംഗ്ലീഷ് കുക്കുംബർ, ചെറി ടൊമാറ്റോ, അങ്ങനത്തെ ക്രോപ്സുകൾ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും പ്രൈസ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഇവിടെ ഇല്ല, കേരളത്തിലേ ഉള്ളൂ. ഇല്ല, വളരെ കുറവാണ്. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് റേറ്റ്സ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുമ്പോൾ കൂടുതൽ വിലയും കിട്ടും. നമ്മൾ പലരോട് സംസാരിക്കുമ്പം കൃഷി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ബാക്കിലോട്ട് പിടിക്കുന്ന ഒരു രീതിയിലാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം എല്ലാവരും ഒരു വൈറ്റ് കോളർ ജോബ്, ഒരു ഡോക്ടർ, എഞ്ചിനീയർ, ആ ഒരു സെഗ്മെന്റ് നോക്കുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ നമ്മളില്ല മണ്ണിലിറങ്ങി ജോലി ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. ഇവിടെ മണ്ണിലിറങ്ങി ജോലിയൊന്നും ചെയ്യേണ്ട. നമുക്ക് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ സീസൺ ഇല്ല. നമ്മൾ പുറത്ത് ചൂടോ വെയിലോ മഴയോ ഒന്നും നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ 45 ഡിഗ്രി ആണെങ്കിൽ ഇതിൽ നമുക്കൊരു 30 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പുറത്ത് മഴയോ വെയിലോ കാറ്റോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒരു സീസൺ ഇല്ല. പിന്നെ ഇതിൽ ലേബർ കുറവാണ്. നമുക്കിപ്പം പുറത്തറിയാലോ, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഉൽപ്പാദനം ഉണ്ടാക്കിയാൽ 10 രൂപയ്ക്ക് വിറ്റ് അതിലൊരു 6 രൂപ ജോലിക്കാരായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ 1 രൂപ താഴെ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഓട്ടോമേഷനിലാണ് ഓടുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ വിത്തിടുന്നതും വിളവെടുക്കുന്നതും മാത്രമേ ഒരു ജോലി എന്ന് പറയും. പിന്നെ അതേപോലെ വെള്ളത്തിന്റെ ഉപയോഗമാണേലും മണ്ണിൽ ചെയ്യുന്നതിന്റെ 10-1 വെള്ളം മതി കൃഷിക്ക്, ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയിൽ. കാരണം ഒരു ചെടിക്ക് ഓരോ സൈക്കിളിലും ഇത്ര തുള്ളി വെള്ളം അല്ലെ ഇത്ര തുള്ളി വളം വേണമെന്നുണ്ട്. അത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇതിന്റെ ഒരു മൂട്ടിൽ നിന്ന് ഇപ്പം നമുക്കിത് പാലക്കല്ലയോ, ഇപ്പോൾ ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര കിലോ വരെ നമുക്ക് കിട്ടും ഒരു മൂട്ടിൽ നിന്ന്? പാലക്കെന്നൊക്കെ വെച്ചാൽ ഇതൊരു മൾട്ടി കട്ട എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കിളിച്ച് വരും. അങ്ങനെ ഒരു 3-4 മാസം വരെ നമുക്ക് വീണ്ടും എടുക്കാം. ഒരു 200-250 ഗ്രാം വരെ ഒരു ചെടിയിൽ നിന്ന് കിട്ടാൻ സാധ്യത ഒരു സൈക്കിളിൽ. കെയിലൊക്കെ ആണെങ്കിൽ മൾട്ടി കട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും കിളിച്ചു 2-3 മാസം വരെ വളർന്നു വരും. ലെറ്റസ്, ബൊക്ചോയൊക്കെ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത വിത്തിടണം. അപ്പൊ നമുക്ക് ഈ പാലക്കിന്റെ ഒരു പരിപാലനം എങ്ങനെയാണ്? ഇതൊരു 25 ദിവസം കൊണ്ട് വളർന്നു വരുന്ന ചെടിയാണ്. ഇതിന്റെ വിത്ത് എവിടെ നിന്ന് കിട്ടും? വിത്ത് എല്ലാം നമ്മൾ നോർത്തിൽ നിന്ന് വാങ്ങുന്നതാണ്. ഡൽഹി അങ്ങനെയുള്ള എവിടുന്നേലും സ്റ്റോളിൽ നിന്ന് വാങ്ങി. നമുക്ക് പോളിയോസ് പറഞ്ഞ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ഫീൽഡ് സീഡ്സ് ആണ്. വിത്ത് നല്ല അല്ലെങ്കിൽ ആ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ കൃഷിഭവന്റെ ഭാഗത്ത് എന്തെങ്കിലും സഹായങ്ങളൊക്കെ? ഉണ്ട്, നല്ല സഹായമുണ്ട്, കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരും, ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു വിത്തിട്ട് നമ്മൾ ചകിരിച്ചോറിലായിരിക്കും വിത്തിടുന്നത്. വിത്തിട്ട് പൊടിച്ച് ഒരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ NFT എന്ന് പറഞ്ഞാൽ ഈ വെള്ള പൈപ്പിന് NFT എല്ലാ ഹോളാണ്. ഓരോ ചെടിക്ക് ഓരോ അളവിലാണ് ഹോൾ വരുന്നത്. അതെ. അപ്പം അതായത് 3-4 മാസം നിൽക്കുന്ന ചെടികൾക്ക് വേറെ ഹോൾസ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും. വെയിറ്റ് കൂടുന്നതിന് അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഇതൊരു 25 ദിവസം കൊണ്ട് ഇതിലേക്ക് മാറ്റിയ ഒരു 25 ദിവസം കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ എത്ര കട്ടിങ് വരെ ചെയ്യാൻ പറ്റും? 3 മാസം. മാസത്തിൽ ഒരു കട്ടിങ്. ഒരു വട്ടം കട്ട് ചെയ്താൽ ഒരു 15-20 ദിവസം കൊണ്ട് അടുത്ത ഇല വരും. ഒരുവിധം വരും. ഇവിടെ കുറെ ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിന്റെ സൈഡിലെല്ലാം നല്ല ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ചെടിയൊക്കെ നിൽപ്പുണ്ട്. ഇതിന്റെ പേരെന്താ? കെയിൽ എന്ന ഒരു ചീര. കെയിലിന് സൂപ്പർ ഫുഡ് എന്നാ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഗുണമുള്ള പച്ചക്കറി കഴിക്കാൻ പറ്റുമോ? നമ്മൾ ഇവിടെ കൂടുതൽ സ്മൂത്തിയാണ് അടിക്കുന്നത്. ജിമ്മിൽ കൊണ്ടുപോകുന്ന ഒരു സ്മൂത്തി അടിച്ചാണ് കഴിക്കുന്നത്. രാവിലത്തെ ഒരു ഷേക്ക് പോലെ പാലെല്ലാം മിക്സ് ചെയ്ത് ഇലയെല്ലാം ഇട്ട് ഷേക്ക് പോലെ കുടിക്കും. അങ്ങനെയാണ് തോരൻ വെച്ച് കഴിക്കാനും നല്ലതാണ്. പാലക്ക് പോലെ തന്നെയുള്ളൂ കെയിലിന് കുറച്ചുകൂടെ സീഡ്സിന് ഇച്ചിരി കോസ്റ്റ് കൂടും. ഇത് ഓൾമോസ്റ്റ് മൾട്ടി കട്ടാണ്. അതായത് നമുക്ക് ഇത് ഇവിടെ ചൊടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വളർന്നു 2-3 മാസം വരെ വീണ്ടും വളർന്നു വന്നുകൊണ്ടിരിക്കും. ഇത് എത്ര മാസം വരെ നമുക്ക് ഈ കെയിലിന്റെ വിളവെടുക്കാൻ പറ്റും? നമ്മൾ 3 മാസം നോർമലി നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത വിത്തിട്ട് അടുത്ത ഉള്ളതിൽ ഏറ്റവും ഹെൽത്ത് ഫുഡ് കെയിലാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ഫുഡ് ഇതാണോ കെയിൽ? നോർമലി നമ്മൾ എവിടെയെങ്കിലും ക്ലാസ്സിന് പോകുമ്പോൾ എല്ലാം തിയറിറ്റിക്കൽ ക്ലാസ് ആയിരിക്കും. ഇവിടെ ഫാം ഉണ്ടായതുകൊണ്ട് ഫാമിൽ തന്നെ ഓൺ ട്രെയിനിങ് ക്ലാസ് ആയിരിക്കും. ഓരോ ചെടികളും നടുന്നത്, വിത്തിടുന്നത്, വളം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, കട്ട് ചെയ്യുന്നത്, ഹാർവെസ്റ്റിംഗ് എല്ലാം
ഹൈഡ്രോപോണിക്സിന്റെ A to Z എല്ലാം ഇവിടെ തന്നെ പഠിപ്പിക്കും. പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫാമിനുള്ളിൽ തന്നെ ആയിരിക്കും ട്രെയിനിങ്. ഇത് നമ്മുടെ മഞ്ഞക്കെണി നീലക്കെണി എന്ന് പറയുന്ന പോലെ പെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലോട്ട് അട്രാക്ട് ആവും. മൊത്തം ഇരിക്കുന്ന എല്ലാ പ്രാണികളും എന്തെങ്കിലും ഒക്കെ വന്നിങ്ങനെ ഒട്ടിയിരിക്കും. ഇപ്പോഴത്തേക്ക് ഒരു നല്ല മണം അടിക്കുന്നില്ലേ? ഇത് നമ്മുടെ തുളസി വർഗ്ഗത്തിലുള്ളൊരു ചെടിയാണ്. ഇത് ബേസിൽ എന്ന് പറയും. ബേസിൽ. ഇത് പിസ്സ ഷോപ്പിലോട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത്. ആണല്ലയോ? നല്ല മണമുള്ളതാണ്. അപ്പൊ ഇത് ബേസിലാണല്ലോ. ഇതിന്റെ ഈ പൂവ് അല്ലല്ല, നമ്മൾ അത് എടുക്കത്തില്ല. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയാണ് കൊടുക്കുന്നില്ലേ? ഇതിപ്പോ നമ്മൾ വിപണിയിൽ ഒരു കിലോയ്ക്ക് എത്ര രൂപ? 300 രൂപ 400 രൂപ ആ റേഞ്ച് വരുന്നുണ്ടല്ലേ? ലീവ്സ് എല്ലാം ഒരുവിധം ഒരേപോലെയാണ്. 25 ദിവസം 30 ദിവസം കൊണ്ട് വളർന്നു വരുന്നതാണ്. ഇതും ഒരു 25-30 ദിവസം കൊണ്ട് വളർന്നു വരും. ഇതും അതെ ചീര പോലെ തന്നെയാണ്. അടിയിൽ നിന്ന് കട്ട് ചെയ്ത അടുത്ത 2 കമ്പായിട്ട് വളർന്നു വരും. അപ്പൊ നമുക്ക് 3 മാസം വിളവെടുക്കാം. 3 മാസം വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഈ ഇലവർഗത്തിൽപ്പെട്ട ഈ ഇത് മാത്രമാണോ നമുക്ക് ഈ ഹൈഡ്രോപോണിക് കൃഷി ചെയ്യാനുള്ളത് പറ്റുന്നത്, അതോ മറ്റേ എന്തെങ്കിലും ചെയ്യാം? അല്ല, ഇലവർഗം മാത്രമല്ല, നമുക്ക് തക്കാളി, ഈ പറഞ്ഞ പോലെ കുക്കുംബർ, ക്യാപ്സിക്കം, ചെറി ടൊമാറ്റോ, ഒരുവിധം എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഇത്രയും വലിയ പോളി ഹൗസ് ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്പ്രിംഗ്ലർ അല്ലേ ഉപയോഗിക്കത്തില്ല. ഇപ്പം കൂളിംഗ് പാഡ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ല, സ്പ്രിംഗ്ലർ ഒക്കെ ഫിറ്റ് ചെയ്ത് കൂളിംഗ് പാഡ് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഭയങ്കര ഫാനൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ആവശ്യമില്ലാത്ത കാറ്റെല്ലാം അടിച്ച് വിളികളെ അല്ലേ? അപ്പം അങ്ങനെ എല്ലാം ചെയ്ത് ഇത് ചെയ്യുമ്പോൾ ഈ ആളുകൾക്ക് ഒരു ചെറിയ സംശയം കാണും. എടാ, ഇത്രയും പൈസയൊക്കെ നമ്മൾ ചിലവാക്കി ഇത് നമുക്ക് ലാഭകരമാക്കാൻ പറ്റുമോ എന്നൊക്കെ ചില സംശയങ്ങളുണ്ട്. ആ സംശയം നമുക്ക് എങ്ങനെ ദൂരീകരിക്കാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തൊക്കെ ഒരു ചുമന്ന ജീര അല്ലെങ്കിൽ പയർ ഇങ്ങനെയുള്ളത് ചെയ്താൽ നമുക്ക് വില കിട്ടത്തില്ല. കാരണം അതൊക്കെ നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ കൂടുതലുള്ളതാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ ഏതാ വരുന്നതെന്ന് വെച്ചാൽ അത് വേണം നമ്മളിവിടെ കൂടുതൽ ചെയ്യാൻ. അപ്പൊ അതിനെപ്പോഴും മാർക്കറ്റ് കാണും നമുക്ക്. ഇത് ബൊക്ചോയ് എന്ന് പറയും. അല്ല, ഹാർവെസ്റ്റ് കഴിഞ്ഞ് മാറ്റാനായിട്ട് അവസാനത്തെ നമ്മൾ ചാറ് ഊറ്റിയെടുത്ത് വെച്ചേക്കുക. ഇതെന്തോ പൗഡപ്പുറ്റ പോലെ ഇരിക്കുന്ന സാധനം. ഇത് ലെറ്റ്യൂസ് തന്നെയാണ്. ലൊല്ലോ റോസോ എന്ന് പറയും. ലൊല്ലോ റോസോ ചുമന്ന കളറിലെ ലെറ്റ്യൂസ് ആണ്. ഈ സാധനം നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. വളരെ റെയർ ആയിട്ടുള്ള സാധനം. ഇതിന്റെ ഒരു പരിപാലനം എത്ര? ഇതും ഒരു 25-30 ദിവസം ഉണ്ടാവും. ഇത് കട്ട് ചെയ്താൽ നമ്മൾ അന്ന് തന്നെ അടുത്ത വിത്തിട്ട്, അല്ലെ വിത്ത് നേരത്തെ 7 ദിവസം മുമ്പിന്റെ ഇട്ട് വെച്ചിരിക്കണം. ഒറ്റ പ്രാവശ്യം ലെറ്റ്യൂസും ആ കണ്ട ബോക്സോയും ഒറ്റ പറ്റത്തുള്ളൂ. പിന്നെ പറ്റത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനം. സാലഡ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മൾ ബർഗറിലായാലും നോക്കിയാൽ കാണുന്ന ലെറ്റ്യൂസ് ആണ്. അത് പച്ചയല്ലയോ? ഇതിന്റെ പച്ചയാണ് അത്. ഇത് സാധാരണ കാണാറില്ല. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത് എല്ലാം നോർത്ത് ഡൽഹിയിൽ നിന്നാണ് വരുന്ന സീഡ്സ് എല്ലാം. അതല്ലയോ? അപ്പൊ ഈ വരുന്ന ശരിക്കുള്ള ആ വിത്തുകളൊക്കെ കറക്റ്റ് നമുക്ക് ഒരു എന്താ പറയുക, കുറച്ച് നല്ല ആരോഗ്യ ഗുണമുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായ നല്ല വിത്തുകളൊക്കെയാണോ കിട്ടുന്നത്? ഏറ്റവും നമുക്ക് പോളി ഹൗസ് പണിയുമ്പോൾ ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത സീഡ്. അപ്പൊ ഏറ്റവും കൂടിയ കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് സീഡായിരിക്കും നമ്മൾ എടുക്കേണ്ടതല്ലേ? ഇത് ബ്രൊക്കോളിയാണ്. ഇത് ഗ്രോ ബാഗിൽ നടേണ്ടതാ. ഇനിയിപ്പോ ഇത് ഗ്രോ ബാഗിലേക്ക് മാറ്റാനായിട്ട് വെച്ചേക്കുന്നതാണ്. ഓ, അത് ശരി. ഇതും കിലോ ഓൾമോസ്റ്റ് 300-400 രൂപ വില വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇലവർഗ്ഗങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലാഭകരമാകുന്ന ബിസിനസ് ആക്കി ഇതിനെ മാറ്റാൻ കഴിയുമോ? അതെ, പറ്റും. അതേപോലെ ക്യാബേജ്, കോളിഫ്ലവറിന്റെ കൂട്ടത്തിലുള്ളതാണ് ബ്രൊക്കോളി. പക്ഷെ ഇത് തണുപ്പ് സ്ഥലത്ത് മാത്രം വളരുന്നത്. ഇതൊരു 90 ദിവസം എടുക്കും വളർന്നു വരാൻ. ഇവിടെ കുറെ ഫിൽറ്റർ വെച്ചേക്കുന്നില്ല. ഇത് സെല്ലുലോസ് പാഡ് എന്ന് പറയും. ഇവാപറേറ്റിംഗ് കൂളിംഗ് പാഡ് എന്ന് പറയും. ഇതിന്റെ മണ്ടയിൽ കൂടെ വെള്ളം വീഴും. അപ്പൊ പുറത്തുനിന്ന് ചൂട് കാറ്റ് കയറുമ്പോൾ ഉള്ളിലേക്ക് തണുത്ത കാറ്റായിട്ട് വരും. പണ്ടത്തെ നമ്മുടെ കൂളർ ഉണ്ടല്ലോ, വണ്ടിയുടെ റേഡിയേറ്റർ ഒക്കെ പോലത്തെ, വെള്ളം വീഴുമ്പോൾ ചൂട് കാറ്റ് കയറുമ്പോൾ തണുത്ത കാറ്റായിട്ട് ഉള്ളിലേക്ക് ഈ കാറ്റിനെ നമ്മൾ അവിടെ ഫാൻ ഉപയോഗിച്ച് വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു. ഈ തണുപ്പ് ഈ അറ്റത്ത് ആ അറ്റം വരെ ഇത് നനയുമ്പം ഫാനും കൂടെ ഓടുവാണെങ്കിൽ കറക്റ്റ് തണുത്ത കാറ്റ് ഫീൽ കിട്ടൂലേ? ഓ, അത് ഫുള്ള് സെറ്റ് ചെയ്തേക്കും. നമ്മളിപ്പം ഇത് കുറെ ഹോൾസ് വെച്ചിട്ടിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ വിത്ത് ഇടുന്നത്. അപ്പം ഇതുപോലെയുള്ള വിത്ത് നമ്മൾ സീഡിംഗ് ട്രേയിൽ ഇടും, ചകിരിച്ചോറ് ഇടും. എന്നിട്ട് ഈ ചകിരിച്ചോറാണ് ഇതിനകത്ത് ഇടുന്നത്. നമ്മൾ നെറ്റ് പോട്ടിൽ നിന്ന് നേരെ സീഡിംഗ് ട്രേയിൽ നിന്ന് നേരെ എടുത്ത് നെറ്റ് പോട്ടിലേക്ക് മാറ്റും. ഈ ചകിരിച്ചോറിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും. അപ്പം ഈ പൈപ്പിനകത്തൂടെ വെള്ളവും വളവും കൂടെ ഒരുമിച്ചാണ്. വെള്ളവും വളവും നമ്മൾ ഒരു മെയിൻ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്തായിരിക്കും വെള്ളവും വളവും മിക്സ് ചെയ്യുന്നത്. അതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതിനകത്തൂടെ കയറി ഇറങ്ങി പോവോ വെള്ളം? വീണ്ടും തിരിച്ച് ആ ടാങ്കിൽ ചെല്ലും, വീണ്ടും അറ്റത്തൂടെ കയറും, തിരിച്ച് ഈ പൈപ്പിന്റെ അറ്റത്തൂടെ ഇറങ്ങി ടാങ്കിൽ ചെല്ലും. അതിങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. ഓട്ടോമാറ്റിക്. ആ സമയം ചെടിയുടെ വേര് ഇതേപോലെ വെള്ളവും വളവും പിടിച്ചെടുത്തോളൂ. അപ്പൊ നമുക്ക് ശരി കുറച്ച് ഇത് മതി. ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഇത് വിളവുകൾ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലയോ? അപ്പൊ ഇത്രയും ഇപ്പൊ നമുക്ക് ഈ ഹോൾസ് ഇത് എവിടെ നിന്ന് കിട്ടും നമുക്ക്? ഇത് പോളിത്തീൻ അല്ലയോ? ഇത് UPVC പൈപ്പ് എന്ന് പറയും. ഇത് നോർത്ത് UCVP പൈപ്പാണ്. UPVC പൈപ്പ്. നമ്മുടെ PVC-യുടെ ലെഡ് ഇല്ലാത്തൊരു കണ്ടന്റ്.
അപ്പോൾ ഇത് രണ്ട് ഇതായിട്ടാണ് വരുന്നത്. ഒന്ന് അടപ്പ്, ഇത് അടപ്പായിട്ട് ഉപയോഗിക്കില്ലേ? ഇതാകുമ്പോൾ തുറന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് വെട്ടം ഒടിച്ച് കയറിയാൽ പായലൊക്കെ ഉണ്ടാവും പെട്ടെന്ന്. ഇപ്പോൾ ഇവിടെ ചെടിയില്ലാത്തതുകൊണ്ടാണ് എന്താ പായൽ, അപ്പോൾ അതെല്ലാം കഴുകി കളയാനായിട്ട് തുറന്നെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യും, എല്ലാം വെള്ളം ഒടിച്ച് തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ഈ ചകരിച്ച അല്ലേ ഇത് വെക്കുന്ന ഇതിനെന്ത് പറയുന്നത്? ഈ നെറ്റ് പോട്ട്. ഓ, ഇത് നമ്മൾ നെറ്റ് പോട്ടാണ്. നെറ്റ് പോട്ടിൽ ചകിരി നിറച്ച് അതിനകത്താണ് നമ്മൾ വിത്തിട്ട് ഇത് മുളപ്പിച്ച് എടുക്കുന്നത്. ഇതാണ് ഹൈഡ്രോപോണിക് കൃഷി രീതിയുടെ ഒരു പ്രാരംഭ. ഇത് NFT സിസ്റ്റം എന്ന് പറയും. ഈ ചെയ്യുന്ന മെത്തേഡിന് NFT സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ചെയ്യുന്ന ഇതാണ്. ഇലകളെല്ലാം നമ്മൾ പൈപ്പിലായിരിക്കും. ഇതിൽ നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നോക്കണ്ട. നമുക്ക് കൃഷി എങ്ങനെ വേണേലും വളർത്തിയെടുക്കാം. ഇതിൽ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ എത്ര കൃഷി ഉൽപ്പാദിപ്പിച്ചാലും അത് വിറ്റ് തീർക്കണം, എന്നാലേ നമുക്ക് വരുമാനമേ ഉള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ടെക്നോളജി. നമ്മൾ ടെക്നോളജിയും ഈ പറഞ്ഞ അഗ്രികൾച്ചറുടെ മിക്സ് ചെയ്താണ് ഇത് വളർത്തുന്നത്. എന്നിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ആണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി. മാർക്കറ്റിംഗ് നമുക്ക് ആദ്യം ഒരു പാടൊക്കെ ഉണ്ടായിരിക്കും, കാരണം ഇത് എവിടെ വിൽക്കണമെന്ന് അറിയത്തില്ല, എവിടെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്യണം. പിന്നെ നമുക്ക് പയ്യം കൊണ്ട് നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുക, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തു. ആ വഴി നമുക്ക് സെയിൽസ് ഇഷ്ടം പോലെ വരും. കാരണം ഇപ്പം മുന്നിലത്തെ കൂട്ടല്ല, ഇപ്പം ആൾക്കാരെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ്, ആരോഗ്യമൊക്കെ നോക്കുന്നൊരു കാലയളവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും വിജയകരമാണ്. നമ്മൾ കറക്റ്റ് ഒരു ഏതെങ്കിലും നല്ലൊരു ഏജൻസിയെ നോക്കുക സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു അഗ്രോണമിക്കൽ സപ്പോർട്ടൊക്കെ കിട്ടണം. നമുക്ക് അങ്ങനെ ആദ്യമേ ഒരു അറിയാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകും. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. TDS എന്ന് പറയും, pH എന്ന് പറയും, പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, വെള്ളത്തിലുണ്ടാകുന്ന ഓക്സിജൻ്റെ കണ്ടൻസ്, പിന്നെ ഇതിലെന്തെങ്കിലും അസുഖം വന്നാലുള്ളതോ. അപ്പം എപ്പോഴും ഒരു മേൽനോട്ടം വേണം. അത് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു മാക്സിമം പോയ 2 സൈക്കിളും കൊണ്ടൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേട്ടല്ലോ ഈ കൃഷി രീതിയെക്കുറിച്ച്, ഹൈഡ്രോപോണിക് കൃഷിയെക്കുറിച്ച്. നമുക്ക് മണ്ണ് വേണ്ട, വെള്ളം കുറച്ച് മതി, വളം കുറച്ച് മതി, ലേബേഴ്സിനെയും കുറച്ച് മതി. അപ്പം നമുക്ക് ലാഭകരമാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഹൈഡ്രോപോണിക് എന്നിപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കണമല്ലോ.